പശുവിൻ്റെ രാഷ്ട്രീയം വളരെ വലിയൊരു രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് പശു ഇന്ത്യയിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനത്തെത്തി? ഹിന്ദുക്കളിലാണത് തുടങ്ങിയത്. ഹിന്ദുക്കളിൽ നിന്ന് വന്നത് ബുദ്ധമതക്കാരിലേക്ക് പോയി, ജൈനമതക്കാരിലേക്ക് പോയി, സ്വരാഷ്ട്രീയക്കാരിലേക്ക് പോയി, സിഖുകാരിലേക്ക് പോയി. അങ്ങനെ വ്യാപകമായ രീതിയിൽ പശു എന്ന് പറയുന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ തലത്തിലൊക്കെ അംഗീകരിക്കുന്ന ഒരു ജീവിയായി വന്നു. ബീഫ് എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഗോമാംസം വേറെ, ബീഫിൻ്റെ മാംസം വേറെ. ബീഫ് എന്ന് പറയുമ്പോൾ മാട്ടിറച്ചി എന്നാണ് പറയുന്നത്. പശുവുണ്ട്, പിന്നെ അതിനകത്ത് എരുമയുണ്ട്, പോത്തുണ്ട്, ഇതെല്ലാം കൂടെ വരുന്നതാണ്. കാളയുണ്ട്, ഇതെല്ലാം കൂടെ വരുന്നതാണ് ബീഫ്. പക്ഷേ ഇവിടെ ബീഫ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ ആളുകൾ കത്തിയെടുക്കും, പശുവിനെതിരെ കൊലവിളി തുടങ്ങും. സ്വാതന്ത്ര്യ സമരത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശിപ്പായിലുകളെ തുടങ്ങുന്നതിന് മുമ്പ് 1857 പശു നെയ്യ് കൊണ്ടുണ്ടാക്കിയ ഈ ഇതുണ്ടല്ലോ, തോക്കിൻ്റെ ബുള്ളറ്റും പന്നി നെയ്യ് കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റും കടിച്ചു വലിക്കാൻ മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും പറഞ്ഞതിൻ്റെ പേരിൽ കൂടിയും ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞ വിവിധങ്ങളായ കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഗോവധത്തെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്നു. എന്താ കാരണം? ഹിന്ദുക്കളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. പഴയ കാലത്ത് ഋഗ്വേദത്തിലടക്കം പശുവിനെ ഒരു പരിശുദ്ധ മൃഗമായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. വിജ്ഞാനം പഠിച്ചിട്ടുള്ള, ജ്ഞാനം പഠിക്കുന്ന ഒരു വീട്ടിൽ ഒരാൾ ജനിച്ചാൽ ശൂദ്രനാണ്, അദ്ദേഹം ബിസിനസ് കാര്യങ്ങൾ ചെയ്ത വൈശ്യനാണ്, ആയോധന കലകൾ ചെയ്താൽ ക്ഷത്രിയനാണ്, അത് കഴിഞ്ഞ് ജ്ഞാനം പഠിച്ചാൽ ബ്രാഹ്മണനാണ്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 4 കാണും. ജ്ഞാനം എപ്പോഴാണോ പഠിച്ച് പഠനം പതിയാക്കുന്നത് അപ്പോൾ അദ്ദേഹം താഴേക്ക് പോവുകയും ചെയ്യും, അടുത്ത ജോലിയിലേക്ക് പോയാൽ. ഈ ജോലിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് ധാരാളമായി സഞ്ചരിക്കുകയും അവധൂത് വൃത്തി നടത്തുകയും ഗ്രാമങ്ങളിലും എല്ലാ ജനങ്ങൾക്കും പോയി കാര്യങ്ങൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കലാണ്. വേദവും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കലാണ് ജോലി. പഠിപ്പിക്കുക മീൻസ് പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ദാനമായി കിട്ടുന്നത് പശുക്കളാണ്. യാജ്ഞവൽക്യനും ഗാർഗിയൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിയിരുന്നത് ആയിരക്കണക്കിന് പശുക്കളെയാണ് കൊടുക്കുന്നത്. പശുവിൻ്റെ പാല് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി കുടിക്കുകയും അത് ഗൗരവമുള്ള ആട്ടിൻ പാലിനേക്കാൾ പ്രധാനമായി പശുവിൻ പാൽ കുടിക്കും. പശുവിൻ്റെ മൂത്രം, ഗോമൂത്രം പൂജകൾക്ക് ഉപയോഗിക്കും. പശുവിൻ്റെ ചാണകം പൂജകൾക്ക് ഉപയോഗിക്കും. പഴയ കാലത്തെ വീടുകളെല്ലാം, ഞാനൊക്കെ എത്രയോ വർഷം, ഒരു 15 വയസ്സ് വരെ പശുവിൻ്റെ ചാണകം കൊണ്ട് മെഴുകിയ വീട്ടിലാണ്. ചെകുരിൽ മെഴുകിയിരിക്കും, തറയിൽ മെഴുകിയിരിക്കും, അതിലാണ് താമസിക്കുന്നത്. പശുവിൻ്റെ ചാണകം വരട്ടിയാക്കി ഭസ്മം പോലെ പൊടിച്ചു ഉപയോഗിക്കുന്നത്. അതായത് പശുവിൻ്റെ നെയ്യ്, പശുവിനെ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് ഇന്ത്യയിൽ കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഇസ്കോണിൽ പോയാൽ, അതുപോലെ രവിശങ്കറിൻ്റെ ആശ്രമത്തിൽ പോയാൽ, ഒരുപാട് ആശ്രമങ്ങളിൽ പോയാൽ ഗോശാലകളുണ്ട്. പശു ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും ആത്മീയമായ ഒരു ജീവിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ പശുവിൻ്റെ പൂജയുണ്ട്, ഗോപൂജയുണ്ട്, ഗോശാലകളുണ്ട്. അങ്ങനെ പശുവിനെ അങ്ങനെ കൊല്ലാറില്ല. അതിനെ പൂജിക്കുന്നൊരു സംസ്കാരമുള്ള, തെറ്റോ ശരിയോ അതുണ്ട്. സിഖുകാരുടെ ഇടയിലും ഇത് വലിയൊരു വിഷയമാണ്. ഈ പൂജയുടെ വിഷയം, ഇങ്ങനെ ഒരു പൂജിക്കുന്ന രീതിയുണ്ട്. 1857 കാര്യം ഞാൻ പറഞ്ഞു. 1860 ഗോവധത്തെ എതിർത്തുകൊണ്ട് പഞ്ചാബിൽ സിഖുകാരിൽ നിന്നുള്ള വലിയ പ്രവർത്തനങ്ങളുണ്ടായി. ഇന്ത്യയിൽ 1893 94 പശുക്കളെ കൊല്ലുന്നതായി ബന്ധപ്പെടുത്തി വ്യാപകമായ കലാപങ്ങളുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന അനുസരിച്ച്, ആർട്ടിക്കിൾ 41 അനുസരിച്ച്, അതായത് പശുക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. പക്ഷേ അന്ന് നെഹ്റു പറഞ്ഞു ഇത് സ്റ്റേറ്റുകൾ തീരുമാനിക്കട്ടെ, സെൻട്രൽ തീരുമാനിക്കണ്ട എന്ന് പറഞ്ഞ്, കാര്യം കലാപമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് നെഹ്റു അതിനെ നിരുത്സാഹപ്പെടുത്തി. 90-നെതിരെ 12 വോട്ടുകൾക്ക് അത് തോറ്റുപോയി. അപ്പോൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ തീരുമാനിക്കട്ടെ എന്ന്. അങ്ങനെ 10ഓളം സ്റ്റേറ്റുകൾ ഗോവധ നിരോധനം, ബീഫിൻ്റെ നിരോധനം അല്ല കേട്ടോ, ഈ ബീഫും ഗോവും തമ്മിൽ തെറ്റിപ്പോരുത്. ഗോവധ നിരോധനം ഏകദേശം 10 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഗോവധ നിരോധനമുണ്ട്. അത് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വളരെ ഗൗരവതരമായ വിഷയങ്ങളുള്ള കാര്യമാണ്. കന്നുകാലി കശാപ്പ് 1847 ഹെൻറി ലോറൻസ് പഞ്ചാബിൽ പശുക്കളെ കൊല്ലുന്നത് നിരോധിച്ചു. 57 കലാപത്തിൽ മുസ്ലിം ചക്രവർത്തി ബഹദൂർ രണ്ടാമൻ ബക്രീദിൽ കന്നുകാലി ബലിയർപ്പിക്കുന്ന ഏതൊരു മുസ്ലിമിനെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബഹദൂർ രണ്ടാമനാണ് കേട്ടോ. ബക്രീദിൽ പശുക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹാൻ നേതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഗോസംരക്ഷണത്തിന് നേതൃത്വം നൽകി. 1870 പഞ്ചാബിൽ ഞാൻ പറഞ്ഞ പോലെ പരിപാടികൾ നടന്നു. അതുപോലെ തന്നെ അവധ്, രോഹിൽഖണ്ഡ് എന്നിവിടങ്ങളിൽ പശുവിനെ ഗോസംരക്ഷണ പ്രസ്ഥാനങ്ങൾ വളരെ വേഗത്തിൽ വന്നു. 82 പഞ്ചാബിൽ ആദ്യത്തെ ഗോരക്ഷണി സഭ, പശു സംരക്ഷണ സഭ വന്നു.
വടക്കേ ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിച്ചു. മദ്രാസിലും ബോംബെയിലും ബംഗാളിലുമൊക്കെ ഇത് അതിവേഗം ഇന്ത്യയിൽ പശുവിനെ സംരക്ഷിക്കുന്ന ഗോസംരക്ഷണ സമിതികൾ വന്നു. അപ്പോൾ ഇതൊരു വലിയ വികാരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഹിന്ദുവിൻ്റെ, സിഖിൻ്റെ, ബുദ്ധൻ്റെ, ജൈനൻ്റെ, ഇങ്ങനെ ഒരുപാട് അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒഴിച്ച്, ക്രിസ്ത്യാനികൾക്ക് ഇത് വിഷയമല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒഴിച്ച് ബാക്കി വലിയൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാപാത്രവും ആത്മീയമായും ഭൗതികമായിട്ടൊക്കെ വലിയ രീതിയിൽ പൂജയൊക്കെ ചെയ്യുന്ന ഒരു മൃഗമാണ് പശു. അതിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ പറഞ്ഞു, ഋഷിമാർക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇതിനിടയിൽ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഈ പൂജ നടത്തി, യാഗം നടത്തി, യാഗത്തിന് പശുക്കളെ ഉപയോഗിക്കുക, ആ പശുവിനെ അവസാനം പശു കുറച്ച് തിന്നുമെന്നുള്ള കഥകളും വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് യാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അല്ലാതെ പശുക്കളെ സീരിയസ് ആയിട്ട് ഉപയോഗിക്കുന്ന കാളകളെയും മറ്റുമൊക്കെ കൃഷിക്ക് ഉപയോഗിക്കുമെങ്കിലും പശുവിനെ അങ്ങനെ ഉപയോഗിക്കാറില്ല. പശു പവിത്രമായിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിനിടയിലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് ഇറച്ചികൾ കഴിക്കുന്നതോടൊപ്പം പശുവിനെയും വെട്ടാൻ ശ്രമിക്കും. ഇതാണ് വിഷയം. വെട്ടാൻ ശ്രമിക്കുന്നതോടുകൂടി ഗോസംരക്ഷണ പ്രവർത്തനങ്ങളുടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ആര്യസമാജം ഇന്ത്യയിൽ വലിയ രീതിയിലാണ് ഈ പശു സംരക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായത്. സ്വാമി ദയാനന്ദ സരസ്വതി ഇതിനു വേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ഒത്തിരി ആളുകൾ പശുവിൻ്റെ സംരക്ഷണവുമായി, ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ് വന്നത്. പശുവിനോടുള്ള പിന്നെ ഗോകരുണാനിധി, പശുവിനുള്ള കാരുണ്യ സമുദ്രം എന്ന കൃതി തന്നെ 1881 ദയാനന്ദ സരസ്വതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യൻ വേദങ്ങളുമായും ഇന്ത്യൻ സംസ്കാരവുമായും ഇന്ത്യയിലെ ഹിന്ദുക്കളുമായും സിഖുകാരുമായും ജൈനക്കാരുമായും ബുദ്ധമതക്കാരുമായിട്ടൊക്കെ വളരെ വലിയ വൈകാരികമായ ഒരു വിഷയമാണ് പശു. ഇവിടുത്തെ SFIയിലെ കൊച്ചു മക്കൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്നറിയില്ല. അവർ ബീഫ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ബീഫ് ഫെസ്റ്റ്, ബെറോട്ട ഫെസ്റ്റ്, ഈ ഒരു നല്ല രസകരമായൊരു കഥ നടന്നതെന്നറിയാമോ? MSF എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അവർ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുകയാണ്, ഇത് SFI ഇതിൽ വെള്ളം കോരണ്ട, നിങ്ങൾ ബേസിക്കലി ഇതിനൊക്കെ എതിരാണ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കോരണ്ട, ദയവായി നിങ്ങൾ മുസ്ലിം വിരുദ്ധതയും കൊണ്ട് വരരുത് എന്ന്, മുസ്ലിങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷകരാകണ്ട എന്ന് പറഞ്ഞ് MSFും ഇതിനകത്ത് വന്നിട്ടുണ്ട്. വലിയ ഇന്ത്യയിൽ പല കാലഘട്ടങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ 1700-കൾ മുതൽ എടുത്താൽ ഒരു 10, 300, 400 വർഷക്കാലമായി പശുവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘർഷങ്ങൾ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നവർക്ക് ഹറാമാണ്. അവരുടെ പള്ളിയിൽ ഒരു പന്നി കണ്ടാൽ അവർ പ്രദേശത്തെ ആളുകളെ വെച്ചേക്കത്തില്ല. ക്യാമറയിലെങ്ങാനും പന്നിയെ കൊണ്ടിട്ടവനെ കണ്ടാൽ പിന്നെ അവൻ പന്നിയാവും. അതാണ് കഥ. അപ്പോൾ പശുക്കൾ അതുപോലെ ഹിന്ദുക്കളെ അവർക്കത് ഹറാമാണെങ്കിൽ ഇപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ഒരു ആത്മീയമായ, ഒരു ദൈവികമായ ഒരു ജീവിയാണ് പശു. അതിനെ അങ്ങനെ വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് മുസ്ലിം സഹോദരന്മാർ ആലോചിക്കുക. എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ കഴിക്കാനുണ്ട്. ഇത് മാത്രമല്ല, രഹസ്യമായി എത്രയോ പേര് കഴിക്കുന്നുമുണ്ട്, എത്രയോ പശുക്കളെ കൊല്ലുന്നു. പക്ഷേ ഇത് വളരെ പരസ്യമായി നിങ്ങളിത് ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിച്ചിരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു സംഘർഷാത്മക കഴിപ്പിലേക്ക് പോണോ? അങ്ങനെ കഴിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർക്കും നല്ലത്. നമ്മൾ തമ്മിലടിക്കുമല്ലോ, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പശുവിൻ്റെയും പന്നിയുടെയും പേരിൽ തമ്മിലടിച്ചാൽ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കാം എന്ന് വിചാരിക്കുന്നവരെ കാണണം. അതുകൊണ്ട് പശുവുമായി ബന്ധപ്പെടുത്തിയ നിരവധി നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളരെ ഗൗരവമായി പഠിച്ചുകൊണ്ട് വേണം. എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കഷ്ണം മാംസം കഴിക്കുന്ന കണ്ടാൽ അതുടനെ ബീഫാണ്, ഉടനെ അത് പശുവാണ്, ഉടനെ അത് ഹിന്ദു വിരുദ്ധമാണ്, ഉടനെ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളും ചാടുന്നു. എങ്കിൽ ഹിന്ദുക്കൾ ചാടിയാൽ ഞങ്ങളും ചാടുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളും ചാടുന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഹിന്ദുക്കളും ചാടുന്നില്ല, മുസ്ലിങ്ങളും ചാടുന്നില്ല. ചാടുന്നത് കുറേ വോട്ട് ബാങ്ക് ചങ്ങാതികളും കുറേ സിനിമയൊക്കെ എടുത്ത് കാശുണ്ടാക്കണമെന്ന് നടക്കുന്ന കുറച്ച് ആളുകളുമാണ് ഇതിൻ്റെ പിറകിൽ നടക്കുന്നത്. ഈ കള്ളന്മാരെ തിരിച്ചറിയാൻ സമൂഹം തിരിച്ചറിയണം. പശു എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഋഗ്വേദത്തിൻ്റെ കാലം മുതൽ ഒരു വലിയ ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു 90% ആളുകൾ ഭാരതത്തിൽ, 80-90% ആളുകൾ, നല്ലൊരു വിഭാഗം ആളുകൾ വളരെ പവിത്രതയോടെ കാണുന്ന ഒരു ജീവിയാണ്. അതിനെ അങ്ങനെ വിട്ടുകൊടുക്കണോ അതോ പൊതുസമൂഹത്തിൻ്റെ കലാപത്തിനുള്ളൊരു ജീവിയാക്കി അതിനെ കൊന്നു എന്ന് പറഞ്ഞ് കലാപങ്ങൾ സൃഷ്ടിക്കണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്കിതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഞങ്ങളായിട്ട് രൂപീകരിക്കുന്നില്ല.